Hello guys, welcome to Mallu Beginners Guide. Mallu Beginners Guide പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്ഷൻ സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്താ എന്ന് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ ഓപ്ഷൻസ് എന്നുള്ള സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം അല്ലാണ്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരു ബിഗിനർക്ക് അത് എന്താണ് സംഭവം എന്ന് അറിയാത്ത ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ലെവലിൽ അത്യാവശ്യമായിട്ട് ഒരുപാട് ടെക്നിക്കൽ ഇല്ലാണ്ട് എളുപ്പത്തിൽ പറഞ്ഞു തരാനാണ് ഞാൻ ഈ സീരീസിലൂടെ ശ്രമിക്കുന്നത്. അപ്പം ഈ ഓപ്ഷൻ ചെയ്യാൻ നമ്മൾ ക്രിപ്റ്റോയിലാണ് ഓപ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്രിപ്റ്റോയിൽ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ആണ്. സോ അതിൻ്റെ അക്കൗണ്ട് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങുക. നമ്മൾ ഇനി വരുന്ന സീരീസിൽ എക്സ്ചേഞ്ചുകളൊക്കെ ഈ എക്സ്ചേഞ്ചിനെ കുറിച്ച് ഡെൽറ്റ എക്സ്ചേഞ്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിലുള്ള ഓരോരോ ഫീച്ചേഴ്സ് നമ്മൾ gate.io എങ്ങനെയാണ് ചെയ്തത് അതുപോലത്തെ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് വരുന്ന സീരീസിൽ ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾ പോയി തുടങ്ങി വയ്ക്കുക. ഇനി വരുന്നതിൽ നിങ്ങൾക്ക് അപ്പം കൂടുതൽ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോകാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ എന്താണ് ഈ ഓപ്ഷൻസിൻ്റെ കാറ്റഗറൈസേഷൻ, അതായത് കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്, അതുപോലെ ഈ ക്രിപ്റ്റോയിൽ ഓപ്ഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് എത്രയാണ് വരുന്നത്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് കോൾ ഓപ്ഷനാണോ പുട്ട് ഓപ്ഷനാണോ എന്ന് അറിയാമെന്നുള്ളതെല്ലാമുള്ള വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നില്ല, അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇനി വരുന്ന സീരീസാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കത് അറിയാം, ഇത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്ത്. ബട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ തുടങ്ങേണ്ടതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ സീരീസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ട്രേഡേഴ്സ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മുതൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമുക്കിനി വരുന്ന സീരീസിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പം വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, ഏകദേശം ഒരു 15-16 മിനിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. എല്ലാ ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്ത് തരാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നേക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഓപ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ 2 തരം ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് കോൾ ഓപ്ഷനും ഒന്ന് പുട്ട് ഓപ്ഷനും. സോ എന്താണ് കോൾ ഓപ്ഷൻ എന്ന് ആദ്യം പറയാം. നമ്മൾ സാധാരണ ഫ്യൂച്ചർ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്തിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം. മാർക്കറ്റ് ബുള്ളിഷ് ആവുമെന്ന് കരുതുകയാണെങ്കിലാണ് നമ്മൾ ഇപ്പോഴും ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത്. അതേപോലെ മാർക്കറ്റ് ബെയറിഷ് ആവുമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനകത്ത് നമ്മൾ മാർക്കറ്റ് ബെയറിഷ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാറ്. സോ അതേ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യുന്ന അതേ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കോൾ ഓപ്ഷനും വർക്ക് ആവുന്നത്. അതായത് ഓപ്ഷൻസിന്റെ കേസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 10 രൂപയുടെ BTC ഒരു 15 രൂപയാവും എന്നുള്ള 15 രൂപയ്ക്ക് മുകളിൽ പോകും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ബൈ ചെയ്യേണ്ടത് കോൾ ഓപ്ഷൻ ആണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്ന് കരുതി നമ്മൾ വാങ്ങേണ്ടത് കോൾ ഓപ്ഷൻ ആണ്. സോ എങ്ങനെയാണ് മാർക്കറ്റ് ബെയറിഷ് ആവും, അപ്പോൾ 15 രൂപ പോവില്ല എന്ന് കരുതി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാർക്കറ്റ് ബെയറിഷ് ആവും, ആ പറഞ്ഞ പർട്ടിക്കുലർ പ്രൈസിലേക്ക് എത്തില്ല, മാർക്കറ്റ് താഴത്തേക്കാണ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ ആണ് എന്നുള്ള ലെവലിലേക്കാണ് കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ ഇവിടെ കോൾ ഓപ്ഷനും നോർമൽ ഫ്യൂച്ചർ ട്രേഡിംഗിൽ വരുന്നത് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രേഡിനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. കാരണം എപ്പോഴാണ് നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് വരുന്നത്? ഇപ്പൊ നമുക്ക് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, ഇവിടെ മാർക്കറ്റ് ഷോർട്ട് ചെയ്യാനും ബൈ ചെയ്യാനും ഏകദേശം ഒരേ പ്രൈസ് ആണ് വേണ്ടത്. $10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 0.0002 BTC നിങ്ങൾക്ക് ബൈയും ചെയ്യാം വിത്തൗട്ട് ലിവറേജ് കേട്ടോ. വിത്തൗട്ട് ലിവറേജ് ആണ് പറയുന്നത്. സെല്ല് ചെയ്യണമെങ്കിൽ അതേ പോയിന്റ് നിങ്ങൾക്ക് സെല്ലും ചെയ്യാം. ഇതേ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും വലിയ വ്യത്യാസങ്ങളില്ല. എന്നാൽ ഇവിടെ ഓപ്ഷൻസിന്റെ കേസിൽ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് കരുതി നമ്മൾ വാങ്ങുമ്പോൾ ഒരേ പ്രൈസ് ആണ്. എന്നാൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് കരുതിയിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യുക എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ബഡ്ജറ്റ് കൂടുതലായിരിക്കും. അതിനെന്താണ് കാരണം എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ഡീക്കേ. കാരണം സെല്ല് ചെയ്യുന്ന ആൾക്ക് റിസ്ക് കൂടുതലുള്ളതുകൊണ്ട്, അവരുടെ ലോസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് അവർ ചെയ്യേണ്ട മീൻസ് ഈ ഒരു സെൽ ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട പൈസ കൂടുതലാണ്. അത് അവർക്ക് വേണ്ട മാർജിൻ മണി, അവരുടെ കയ്യിൽ വെക്കേണ്ട പൈസ കൂടുതലാണ്. സോ ഒരു നോർമൽ ആയിട്ട് ഒരാൾ ഇപ്പൊ നിങ്ങൾ ബൈ ചെയ്യാൻ നമ്മൾ എപ്പോഴും കുറച്ചൊരു പ്രീമിയം വാല്യൂ കൊടുത്താൽ മതി എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രീമിയം വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ബൈ ചെയ്യുന്ന പോലെ നമുക്ക് എങ്ങനെയാണ് അത്ര പൈസ നമ്മുടെ ഉള്ളൂ. ഇപ്പം ഒരു $10 നിങ്ങളുടെ ഉള്ളൂ, $10 നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും കോൾ ഓപ്ഷൻ. സോ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നാണ് നിങ്ങളുടെ വിശ്വാസം. എന്നാൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാന്നുണ്ടെങ്കിൽ $10 നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ആവശ്യം വരും. കാരണം അവിടെ വരുന്ന ലോസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ട മാർജിൻ മണി ഭയങ്കര കൂടുതലാണ്.
ആ സമയത്താണ് നമ്മൾ പുട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. കാരണം ആ $10 നമുക്ക് മാർക്കറ്റ് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പുട്ട് ഓപ്ഷൻ പോയിട്ട് വാങ്ങിയാൽ മതി. പുട്ട് ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഈ കോൾ ഓപ്ഷൻ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ മാർക്കറ്റ് ഷോർട്ട് ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ പുട്ട് ഓപ്ഷൻ ബൈയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ബേറിഷ് ആവും എന്ന് കരുതി നമ്മൾ വാങ്ങുന്ന. അപ്പൊ ഇന്നലത്തെ ഉദാഹരണത്തിൽ നമ്മൾ തിരിച്ചു പറയാം. എന്റെ ഒരു അഭിപ്രായത്തിൽ 10 രൂപയുടെ BTC താഴത്തേക്ക് പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒരിക്കലും താഴത്തേക്ക് പോവില്ല എന്ന് വിശ്വാസമുള്ള വേറൊരു ബയ്യറും അവിടെയുണ്ട്. സോ ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് നടത്തുന്ന ഒരു സംഭവമാണ് പുട്ട് ഓപ്ഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു പ്രീമിയം കൊടുത്തിട്ട് മാർക്കറ്റ് ഇതിൽ താഴെ പോവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രീമിയം ആദ്യം കൊടുക്കുകയാണ്. ബയ്യറായ ഞാൻ ഒരു പ്രീമിയം കൊടുക്കുമ്പോൾ സെല്ലർ പറയുന്നു പോവില്ല എന്നുള്ളത്. സോ മാർക്കറ്റ് എത്ര താഴത്തേക്ക് പോയാലും എനിക്ക് അവിടെ ലാഭവും ആ സെല്ല് ചെയ്യുന്ന ആൾക്ക് നഷ്ടവുമാണ് ഉണ്ടാവുക. കാരണം പുട്ട് ഓപ്ഷൻ നമ്മൾ ഷോർട്ട് ചെയ്യാണ്. സോ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്നറിയില്ല, വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു തന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എന്നുള്ളത് മാർക്കറ്റ് ബുള്ളിഷ് ആവും എന്ന് കരുതി നമ്മൾ കുറച്ച് പൈസയേ ഉള്ളൂ മാർക്കറ്റ് ബുള്ളിഷ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വാങ്ങണം, അതിന് നമ്മൾ കോൾ ഓപ്ഷൻ ആണ് വാങ്ങേണ്ടത്. ഇനി മാർക്കറ്റ് ബേറിഷ് ആണ് എന്ന് നമുക്കറിയാം. സോ ആ സമയത്ത് നമ്മുടെ കുറച്ച് ഫണ്ടേ ഉള്ളൂ, നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാർജിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്യാന്ന് പറയും. പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ട്, സോ പുട്ട് ഓപ്ഷൻ വാങ്ങുക എന്ന് പറയുന്നത് മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. സോ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾ എന്തായിരിക്കും അപ്പൊ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് കരുതിയിട്ടാണ് അവര് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുണ്ടാവുക. സോ എന്തിനാണ് ഇങ്ങനെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും വലിയ ഫണ്ട് ഉപയോഗിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാം കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് കരുതിയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ അയാൾ അത് ചെയ്യണേക്കാളും അവിടെ കുറെ മാർജിനും ആവശ്യമുണ്ട്. സോ അതിന് പകരം പുട്ട് ഓപ്ഷൻ വന്ന അയാൾക്ക് വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാം. സ്വാഭാവികമാണ് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു മേജർ ഫാക്ടർ അവിടെ ടൈം ഡീക്കേ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. കുറച്ച് ദൂരെയുള്ള ഒരു ഓപ്ഷന്റെ ഒരു പ്രൈസ് എടുത്ത് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് അത് മാർക്കറ്റ് താഴത്തേക്ക് പോയാലും മേലേക്ക് പോയാലും എന്തായാലും ഈ സെല്ലിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് കുറഞ്ഞ് താഴത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ സെല്ല് ചെയ്യുന്ന ആൾക്കാണ് അവിടെ ലാഭം ഉണ്ടാവുക. കാരണം നമ്മളൊരു ഓപ്ഷൻ വാങ്ങി അവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നതിനനുസരിച്ച് ഈ സാധനം അത്രയ്ക്ക് പോയില്ല, നമ്മൾ ഉദ്ദേശിച്ച അത്രയ്ക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ പൈസ ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ കൺമുന്നിലൂടെ തന്നെ ആ കോയിൻ ഒരു മൂവ്മെന്റും ഇല്ല. 10 രൂപയ്ക്ക് വാങ്ങുന്ന BTC 10 രൂപയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കൊടുത്ത പ്രീമിയം വാല്യൂ സമയം പോകുന്നതോറും കുറഞ്ഞു വരും. കാരണം അതിന്റെ അടുത്തേക്ക് എത്താനുള്ള സമയം കുറവായതുകൊണ്ട്. സോ ആ കുറഞ്ഞു വരുന്നത് ആർക്കാണ് ലാഭം എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിനാണ് ലാഭം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവർ പൈസ കൂടുതലാണെങ്കിലും റിസ്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നത്. സോ സെല്ല് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആണ്. കൂടുതൽ ആൾക്കാർക്കും ഫണ്ട് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ബെറ്റർ സെല്ല് ചെയ്യാണ്. നമ്മൾ കോൾ ഓപ്ഷൻ അതുപോലെ പുട്ട് ഓപ്ഷൻ ഒക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം ഡീക്കേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് കൺമുന്നിൽ തന്നെ ഒന്നും ഇല്ലാണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. BTC എന്ന് പറഞ്ഞാൽ ബൈ സെല്ല്, ഇത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തന്നതാണ് എന്താണെന്നുള്ളത്. സോ എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു മനോഹാരിത എന്താണെന്ന് വെച്ചാൽ BTC നിങ്ങൾക്ക് ഇപ്പം വാങ്ങണം എന്നുണ്ടെങ്കിൽ $10 ഞാൻ പറഞ്ഞു 0.0022 BTC ആണ് വാങ്ങേണ്ടത്. എന്നാൽ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ $10 നിങ്ങൾക്ക് ഈ 0.006 BTC എന്ന് പറഞ്ഞ സംഭവം കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 42,500 എന്നുള്ള ഒരു BTC ആണെന്ന് വിചാരിക്കുക. BTCയുടെ പ്രൈസ് 42,500 ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ BTCയുടെ പ്രൈസ് അല്ല, നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിന്റെ പുറത്താണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു പർട്ടിക്കുലർ പ്രൈസിനകത്ത് പ്രീമിയം വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ $250 അല്ലെങ്കിൽ $300 ആണെന്നുണ്ടെങ്കിൽ $300 ആണ് ഒരു നമ്മൾ അഡ്വാൻസ് ആയി കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഒരു ബയ്യർ അല്ലെങ്കിൽ ഏത് ബയ്യർ ആണെങ്കിലും, പുട്ട് ഓപ്ഷൻ ബയ്യർ ആണെങ്കിലും കോൾ ഓപ്ഷൻ ബയ്യർ ആണെങ്കിലും അഡ്വാൻസ് ആയി കൊടുക്കേണ്ടത് എന്താണ്, ഒരു പ്രീമിയം പ്രൈസ് ആണ്. അത് മുമ്പ് പറഞ്ഞ പോലെ. സോ ആ പ്രീമിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും BTCയുടെ പ്രൈസ് ആയിരിക്കില്ല. അവർ നിശ്ചയിച്ച ഒരു 250, 300 അത് അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാലും 1000 ആ ലെവലിലുള്ള പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ ഓരോ ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ ആ ഒരു ലോട്ടിന്റെ അപ്പൊ ആ ഒരു പ്രീമിയത്തിന്റെ 0.001 BTC ആണ് നമ്മൾ ഒരു ലോട്ട് ആക്കിയിട്ട് കണക്കാക്കുന്നത്. സോ നമുക്ക് മിനിമം വാങ്ങേണ്ടത് ഒരു കോൺട്രാക്ട് ആണ്. ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ലോട്ട് എന്ന് പറയുന്നത് 0.001 BTC ആണ് ഡെൽറ്റ എക്സ്ചേഞ്ചിനകത്ത് ഉള്ളത്. സോ ഈ 0.001 BTC യഥാർത്ഥ BTCയുടെ പ്രൈസിൽ നിന്നല്ല ഡെറൈവ് ചെയ്യുന്നത്. ആ പ്രീമിയം പ്രൈസ് എത്രയാണോ ആ പ്രീമിയം പ്രൈസിന്റെ 0.001, ഇപ്പൊ $300 ഉള്ള BTCക്ക് 0.001 BTC വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് $300 സാധനം നമ്മൾ 0.001 വാങ്ങണമെങ്കിൽ എത്രയാണോ പ്രൈസ് വേണ്ടത് അതാണ് നമ്മൾ ഓപ്ഷൻ വാങ്ങാൻ കൊടുക്കേണ്ട പൈസ. ഒരു ലോട്ട് വാങ്ങണമെങ്കിൽ കൊടുക്കേണ്ട പൈസ. സോ $10 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 ലോട്ട് വാങ്ങാൻ പറ്റും. $10 എന്ന് പറഞ്ഞാൽ 0.001 ആണ്. 0.01 BTC നിങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെയാണ്. ഇത് കുറഞ്ഞ BTC നമുക്ക് കൂടുതൽ എമൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് വിശ്വാസം ആയി മീൻസ് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്.
ഇനി നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു ഇലിസ്ട്രേഷൻ ലെവൽ വേണ്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, അല്ലെങ്കിൽ സെല്ല് പുട്ട് ഓപ്ഷൻ. ഇപ്പൊ നിങ്ങളിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അല്ല നിങ്ങൾ സെല്ല് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. ഞാൻ പറഞ്ഞു പുട്ട് ഓപ്ഷൻ എപ്പോഴാണ് വാങ്ങുന്നത്? പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്നുള്ള ആളാണ് വാങ്ങുന്നത്. സോ മാർക്കറ്റ് താഴത്തേക്കല്ല മേലേക്ക് തന്നെ പോകും എന്നുള്ള ഒരാളെങ്കിൽ ആൾക്ക് പൈസ ഈ ടൈം ഡിക്കേയുടെ വാല്യൂ പിടിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താലും കോൾ ഓപ്ഷൻ ബൈ ചെയ്താലും ഒരേ മീനിങ് അല്ലേ? ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ല, വളരെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ബൈ കോൾ ഓപ്ഷൻ, സെൽ പുട്ട് ഓപ്ഷൻ. ഇനി നേരെ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ എന്താണ്? നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അത് ഈ സൈഡിൽ കണ്ട പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു, കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു. ഈ കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യും, പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. സോ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ബൈ കോൾ ഓപ്ഷൻ, സെൽ പുട്ട് ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു കോമൺ ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൂടി ഇതൊന്ന് എടുത്ത് വയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാം. നിങ്ങൾ 1-2 വട്ടം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ബൈയിങ് ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ബൈ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രൈസ് മതി. കാരണം നമുക്കറിയാം ആ പ്രീമിയം പ്രൈസ് എന്നുള്ള പ്രൈസ്, മറ്റേത് സെല്ല് ചെയ്യാൻ നമ്മൾ ഒരുപാട് പ്രൈസ് വേണ്ടത് കൊണ്ട് തന്നെ സെല്ല് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് പൈസ മതി നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞ പ്രൈസിന് മേലെ എത്ര പോയാലും നമുക്ക് പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലോസ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ആണ് മാക്സിമം 0 ആയി പോകുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. കാരണം 0 ആയി തന്നെ പോകും, ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ 0 ആയി പോകും. നമ്മൾ ആ പറഞ്ഞ പ്രൈസ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ 0 ആയി പോകും. അതാണ് നമുക്ക്. പക്ഷെ അവിടെ നമുക്ക് ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇത്ര ലോസേ വരുള്ളൂ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ടൈം ഡികെ. സോ ഇവിടെ 2 സ്റ്റാർ ഇട്ടിരിക്കുന്നത് ടൈം ഡികെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 അഡ്വാൻറ്റേജിനെയും ഇല്ലാണ്ടാക്കാൻ കൽപ്പുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ടൈം ഡികെ. കാരണം നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു മൂവ്മെന്റ് പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സമയം വന്നുകൊണ്ട് ഈ സാധനത്തിന്റെ പ്രൈസ് കുറഞ്ഞു താഴത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതേ സാധനം സെല്ലിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് സെല്ലിംഗ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പോയിന്റ് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ടൈം ഡികെ ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ ഒന്നും ചെയ്യാണ്ട് കുറച്ച് ദൂരെയുള്ള, അപ്പം കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് അവിടെ എത്തിയില്ലെങ്കിൽ കൂടി അത് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് അല്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ വേണ്ടി വരും. നമ്മൾ മറ്റുള്ള ബൈയിങ്ങിനെക്കാട്ടിലും കൂടുതൽ പൈസ നമുക്ക് വേണ്ടി വരും. ഇവിടെ അൺലിമിറ്റഡ് ലോസ് ആണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ വിചാരിച്ച പ്രൈസിൽ കിടന്നു വിചാരിക്കുക, നമ്മുടെ ഓർഡേഴ്സ് എല്ലാം നമ്മുടെ വിചാരിച്ച അനാലിസിസ് തെറ്റിക്കഴിഞ്ഞാൽ എത്ര മാർക്കറ്റ് മേലേക്ക് പോയാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് എത്ര താഴത്തേക്ക് വന്നാലും നമുക്ക് അറിയില്ല അത് ഏത് വരെ പോകുന്നു. അത്രയും ലോസ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ആണല്ലോ ഏറ്റവും സുഖം, ബൈയിങ് അല്ലേ ഏറ്റവും എളുപ്പം. കാരണം ലോസ് കുറവാണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടും അൺലിമിറ്റഡ് ആയിട്ട്, കുറച്ച് പൈസയും മതി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഓപ്ഷൻസ് എന്നുള്ള പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം ടൈം ഡികെ ആണ്. വേറെ എന്ത് അഡ്വാൻറ്റേജ് വന്നിട്ടും കാര്യമില്ല. അതിനനുസരിച്ച് മൂവ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഓപ്ഷൻസ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓപ്ഷൻസിന്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഓപ്ഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കൂടി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് തരാം. ഇപ്പം നമുക്ക് ഒരു കോൾ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ എങ്ങനെയാണ് കോൾ ഓപ്ഷൻ ഉണ്ടാവുക എന്ന് കരുതിയാൽ ഇവിടെ BTC 41,000 22.02 എന്നുള്ളതുണ്ട്. സോ ഇതിനകത്ത് എന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇത് കോൾ ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണോ എന്നുള്ളത്. നമ്മളിപ്പം ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും 2 ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ബൈയും സെല്ലും പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ടാവും. സോ ഇവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇത് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് 42,500 എന്നുള്ളതിന്റെ മുകളിൽ പോവും. BTC എന്ന് പറഞ്ഞ സാധനം കോൾ ഓപ്ഷൻ, BTC എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ 42,500 മുകളിൽ പോവും. അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി. ഇത് 22 ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് 22 ഫെബ്രുവരി, അതായത് 2-ാം മാസം 2022 ഈ പറഞ്ഞ പ്രൈസ് BTCയുടെ പ്രൈസ് 42,500 മുകളിൽ പോകും എന്നാണ് ഈ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ടൈം ഡികെ, നമുക്ക് ആ ടൈമിന്റെ ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ബൈ ചെയ്യാം. അതായത് പുട്ട് ഓപ്ഷൻ എന്നുള്ളത് സെല്ല് ചെയ്താലും ഇതേ മീനിങ് തന്നെയാണ് ഉണ്ടാവുന്നത്. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞു എന്താണ്, ഇതും കറക്റ്റ് ആണ്, സെയിം ആണ്. സോ നിങ്ങൾക്ക് ടൈം ഡികെ, ടൈമിന്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ബൈ ചെയ്യുന്നതിനേക്കാളും ഭേദം ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാധനം നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് ഒന്നാണ്. മാത്രമല്ല ഇവിടെ ടൈം ഡികെ വന്നുകൊണ്ട് ഇപ്പൊ അത് മേലേക്ക് പോയാൽ ടൈം ഡികെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പ്രോഫിറ്റ് ഇവിടെ ലഭിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ
തിരിച്ച് ഈ സാധനം നമ്മളിപ്പോൾ വാങ്ങിയിട്ട് സെല്ല് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. BTC 42500 42,000 നമ്മൾ സെല്ല് ചെയ്യാണ്, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടൈം ഡിക്കേയുടെ ഗുണം അഡ്വാൻറ്റേജ് നമ്മൾ എടുത്തിട്ട് നമ്മൾ സെല്ല് ചെയ്യാണ്. സെല്ല് ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനം 42,500 എത്തില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഇനി നിങ്ങളിൽ അധികം പൈസ ഇല്ല, നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിയാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ ഇല്ല, റിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബൈ ചെയ്യാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താലും മീനിങ് ഒന്ന് തന്നെയാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇവിടെ C എന്ന് പറയുന്നത് കോൾ ഓപ്ഷൻ, BTC എന്ന് പറയുന്നത് ഏത് കോയിൻ ആണോ, അപ്പം BTC അല്ലെങ്കിൽ എത്തീരിയം അല്ലെങ്കിൽ BNB അങ്ങനെ മാറി മാറി വരും. ഈ പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് ആണ്. നമുക്ക് ഇങ്ങനെ പല സ്ട്രൈക്ക് പ്രൈസുകളും അവൈലബിൾ ആണ്. ഇപ്പം 42,500 ട്രേഡ് ചെയ്യുന്ന BTCയുടെ ഓപ്ഷൻ ചെയിൻ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഏതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ 41,000 കാണാം, 41,500 കാണാം, 42,000, 42,500, 43, 43,000 ഇങ്ങനെ പല പല പ്രൈസുകൾ കാണാം. അതേപോലെ അതിൻ്റെതെല്ലാം പുട്ട് ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ പുട്ട് ഓപ്ഷൻ എങ്ങനെ മനസ്സിലായല്ലോ, ഇവിടെ P വരുന്നതുകൊണ്ടാണ് പുട്ട് ഓപ്ഷൻ വരുന്നത്, C വരുന്നതുകൊണ്ടാണ് കോൾ ഓപ്ഷൻ വരുന്നത്, എക്സ്പയറി ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് ഏതാണ് അണ്ടർലൈങ് അസറ്റ്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം 42,500 ട്രേഡ് ചെയ്യുന്ന സാധനം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ 44,000 ഒന്നും ഒരിക്കലും എത്തില്ല, 44,000 ഒന്നും BTC എത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോയിട്ട് സെല്ല് ചെയ്യാം. ഈ പറഞ്ഞ സാധനം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ഈ സാധനം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. അതല്ല, നിങ്ങൾക്ക് ഈ സാധനം, ഈ കോൾ ഓപ്ഷൻ 44,000 സാധനം നിങ്ങൾ സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. സെല്ല് ചെയ്താലും ഈ പറഞ്ഞത് ഇത് ബൈ ചെയ്യണതും രണ്ടും ഈക്വൽ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈം ഡിക്കേ ഈ പറഞ്ഞ 22ലേക്ക് പോകും തോറും ഈ സാധനത്തിന്റെ പ്രൈസ് കുറഞ്ഞ് കുറഞ്ഞ് താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ എങ്ങനെയാണ് ഇതിന്റെ ബേസിക് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയോ എന്ന് എനിക്കറിയില്ല, വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കുക. കൺഫ്യൂസ്ഡ് ആയെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓൾ ഫൈൻ, അറിയാത്തവരാണെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. മെയിൻലി നമ്മൾ കവർ ചെയ്തത് 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻ ആണ്, കോൾ ഓപ്ഷൻ അതുപോലെ പുട്ട് ഓപ്ഷൻ. സോ എന്താണ് കോൾ ഓപ്ഷൻ, എങ്ങനെയാണ്, എപ്പോഴാണ് കോൾ ഓപ്ഷൻ വാങ്ങേണ്ടത്, എപ്പോഴാണ് പുട്ട് ഓപ്ഷൻ വാങ്ങേണ്ടത് എന്നുള്ളൊരു സ്ട്രക്ചർ നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രക്ചർ ഇതിലൂടെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ ഈ സ്ട്രൈക്ക് പ്രൈസുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.